ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ള ഇവിടുത്തെ വെടിക്കെട്ട് അതൊരു സീൻ സാധനമാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ ആ വെടിക്കെട്ട് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇനി ഒരു 4 കിലോമീറ്റർ കൂടി നടക്കാണ്ട്, വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല, നടക്കന്നെ വേണം. നമ്മളിത് ഇവിടുന്ന് നേരാണ്ട് നടക്കിയിരുന്നു കേട്ടോ. അത്യാവശ്യം ദൂരം ഉണ്ടായിട്ട് നമ്മൾ മുന്നിൽ എന്തോ ഒരു ബാൻഡ് എന്തൊക്കെയുണ്ട് കേട്ടോ. ബാൻഡാണ് തോന്നുന്നു, ചേക്കാണ്ടാണ്ട് ചെന്ന് നോക്കട്ടെ. അവിടുന്ന് ആ ബാൻഡ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് ബ്ലോക്കാണ്, അതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടുന്ന് അത്യാവശ്യം പോകാണ്ട്. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഇങ്ങനെ പരിപാടി കാണാം. അവിടെ തിരക്കായ കാരണം പോകുന്നതാണ്. നമ്മളിതപ്പോൾ അവിടുന്ന് പള്ളിക്കെന്ന് ഇറങ്ങിയിട്ട് വേഗം നടക്കുക കേട്ടോ. കാരണം ഇനി ടൈമില്ല, 15 മിനിറ്റ് ആയിട്ടുള്ളൂ വെടിക്കെട്ട് പൊട്ടാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇനി എത്ര ദൂരം ഉണ്ടാണോ. ഇവിടെ ഒരു ഗംഭീര ബാൻഡ് പരിപാടി ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ വന്നേക്ക് ഇവിടെ മൊത്തം ക്രൗഡാണ്. അവിടെ ചെന്ന് നോക്കിയോട്ടെ, ഫുള്ള് തിരക്കവിടെ, വണ്ടികളൊക്കെ ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ബൈക്കുകൾ കയറണം. അവിടുന്ന് പോലീസ് അടയുണ്ട്, പക്ഷേ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടുള്ള ബൈക്കുകൾ എന്നിട്ട് ഇവിടെ ബ്ലോക്ക് ആയിരുന്നു. അത് പോയോ കേട്ടോ. ഇവിടുന്ന് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ആദ്യം ചോദിച്ചോട്ടെ. ഇതിൻ്റെ സ്ഥലത്ത് കുറേ നേരം നിന്നില്ല കേട്ടോ. കാരണം ഇനി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വെടിക്കെട്ട് മിസ്സാവേണ്ട വെച്ചിട്ട്. കാരണം നമ്മൾ ചെനക്കത്തൂർ പോയിട്ട് തന്നെ അങ്ങനെ ഉണ്ടായി. നേരം വൈകിട്ട് പോയിട്ട് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആവേണ്ട വെച്ചിട്ട് ഇറങ്ങി. നമ്മൾ വെടിക്കെട്ട് കാണണമെങ്കിൽ ഇവിടുന്ന് ഈ റോഡിന് കയറണം തോന്നുന്നു കേട്ടോ. കണ്ട കാവിൽ പാടം റോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടെല്ലാ തോന്നിട്ടാണ്. ഈ റോഡിന് നേരെ ഒന്ന് മറ്റേ വെടിക്കെട്ടിൻ്റെ പാടത്തിനാണ് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. എത്താൻ പറ്റും തോന്നുന്നില്ല, തന്നെയാണ് എല്ലാവരും കണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ പോയൊക്കെ കുട്ടിയില്ലല്ലോ. അയ്യോ, ജസ്റ്റ് സ്റ്റാർട്ടായിട്ടില്ല. അവിടെ സ്ഥലത്തെത്തി. കുറച്ച് ഓടിയാലും നമ്മൾ ടൈമിലെത്തിട്ടോ. ടൈമിനല്ല, മുന്നെത്തി. തുടങ്ങിയിട്ടില്ല. ഞാൻ ആ കൂക്കിലൊക്കെ കേട്ട് വിചാരിച്ചു ഇപ്പം തന്നെ പൊട്ടുന്നു. തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്യണേ. കുറച്ച് മുന്നിൽ കേൾക്കാൻ പറ്റുമോ നോക്കട്ടെ. കേസ് നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉള്ളൂ. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യാണ്. സോ നോക്കി നോക്കട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യം സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. അവിടുന്ന് കഴിഞ്ഞ് ഇങ്ങനെ കത്തിയിട്ട് നേരെ ഇങ്ങോട്ട് വരും കേട്ടോ. ഇവിടെയാണ് മെയിൻ വെടിക്കെട്ട്.
അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ, കണ്ണൊക്കെ പൊട്ടിയൊക്കെ മാറുന്നു. ഓ ഇതേ അവിടെ കീർത്തി. ഓ വയ്യ, അത് ഗംഭീരമായിരുന്നു കേട്ടോ, അവസാനം വെച്ചിട്ടൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെടിക്കെട്ട് ഏതാണെന്ന് പറയും കേട്ടോ. ഭൂരിഭാഗം വരുന്ന നെന്മാരായിരിക്കും, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെടിക്കെട്ട് ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ തീ ഭയങ്കരമായിട്ട് കത്തുന്നുണ്ട് കേട്ടോ, വെള്ളം ഒഴിച്ച് കെടുത്തുന്നുണ്ട്. ഇനി വേറെ രണ്ട് ദേശക്കാരുടെ വെടിക്കെട്ടുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂറായിട്ട് വിട്ടിട്ടാണ് തോന്നുന്നു. അപ്പോൾ ഇനി അതിന് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഈ തീ കെട്ടിട്ടല്ല ഇനി പൊട്ടിക്കലുണ്ടാവുള്ളൂ. പക്ഷേ തീ കെട്ടിട്ടില്ല. കുറേ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇനി അറിയില്ല, ഇനിയിപ്പോൾ അടുത്ത വെടിക്കെട്ട് ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചോനെ അത് നിന്നിട്ടില്ല കേട്ടോ, നല്ല കത്തുന്നുണ്ട്. ഒരുപാട് പേര് കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഈ മറ്റേ നമ്മുടെ ഓലക്കോടിയൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയക്ക് വെള്ളം കിട്ടാനും പണിയല്ലേ, അതാണ് പ്രശ്നം. ഇതേണ്ടൊക്കെ ഫൈനലി ഫയർഫോഴ്സൊക്കെ വന്നിട്ടോ, നോക്കിയേ തീ കെടുത്തുന്നുണ്ട് ഫയർഫോഴ്സ് വന്നിട്ട്. ഫയർഫോഴ്സിനെ ഇല്ല, അതെ എല്ലാവരും ഇത്രയും ഫാസ്റ്റിൽ കഴിക്കാം. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും കത്തിപ്പോയി കഴിഞ്ഞപ്പോൾ, കാരണം ബാക്കി ഇനി അടുത്ത രണ്ട് ദേശക്കാരുടെ ഇവിടെ തന്നെ അല്ലേ വെടിക്കെട്ട്, അപ്പോൾ ഇങ്ങനെ കത്തിക്കഴിഞ്ഞ പ്രശ്നമാവില്ല വിചാരിച്ചു. പക്ഷേ കറക്റ്റ് ടൈമിൽ ഫയർഫോഴ്സ് വന്നിട്ട് കെടുത്തിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മളിതാ തീ കത്തുന്നത് കെടുത്തിട്ടോ. ഹാറ്റ്സ് ഓഫ് ദ ഫയർഫോഴ്സ്, ബിഗ് റെസ്പെക്ട്. സോ ഇനി എന്തായാലും നമ്മൾ അടുത്ത വെടിക്കെട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ പൊട്ടൂലേ? പൊട്ടണം. ഇപ്പോൾ പൊട്ടും. ഓക്കെ, പൊട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കി നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പോൾ പൊട്ടും. ഇപ്പോഴല്ല മറ്റേ സിനിമയിൽ മറ്റേ പറയുന്നത് ഇപ്പോൾ പൊട്ടും അറിയില്ല. ഇപ്പോൾ അല്ല, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പൊട്ടും. ഫുള്ള് ക്രൗഡാണ്. ഇപ്പോൾ രണ്ടാമത്തെ പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടെ എല്ലാവരും തന്നെ. ഒന്നാമത്തെ ഗംഭീര സാധനമായിരുന്നു. എന്നിട്ട് അതന്നെ തീ കത്തിയിട്ട് കെടുത്താൻ പറ്റാതെ ഫയർഫോഴ്സൊക്കെ വന്നിട്ട് കെടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ എങ്ങനെയുണ്ട് നോക്കിയേക്കാം. ഓക്കെ, അവിടെ സ്പോട്ട് ഉണ്ട് തോന്നുന്നു, എല്ലാവരും കൂവുന്നുണ്ട്. അവിടെ ഒന്നും കണ്ടിട്ടില്ല, എന്തായാലും നോക്കി നോക്കട്ടോ. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലത്തു നിന്നായിരിക്കും. ഇനി എല്ലാവരും ചുമ്മാ കൂവിയതാണ്, ഇതുകൊണ്ട് ഇനി എന്തായാലും അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ആവുന്നുണ്ടാവുക. അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് അവിടെ, ഇവിടുന്ന് കാണാനില്ലടാ കറക്റ്റ്. എന്തായാലും പൊട്ടട്ടെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റത്തെ ആണോ രണ്ടാമത്തെ ആണോ കിടിലെന്ന് നോക്കാം. മൂന്നാമത്തെ ഉണ്ട്, അത് ഇനി എപ്പോഴാണ് പൊട്ട് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ, നമ്മൾ കുറച്ച് ബാക്ക് ഇറങ്ങിയതാണ്, വല്ലാണ്ടാണ്ട് എടുത്തൊക്കെ ആയിരുന്നു. അത് കുറച്ചുകൊണ്ട് ബാക്ക് ഇറങ്ങി. അൻസിൽ കൂവൽ മാത്രമല്ല കേൾക്കില്ല, എന്ത് പൊട്ടാതാവും. എല്ലാവരും ഇപ്പോൾ പൊട്ടും തോന്നിട്ടോ, കാരണം എല്ലാവരും ആരും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, എല്ലാവരും മുന്നോട്ട് ചെല്ലുന്നുണ്ട്. നമ്മൾ കുറച്ച് ബാക്കോട്ട് ഇറങ്ങിയതാണ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ തിരി ഇതൊക്കെ കൊളുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇപ്പോൾ കത്തും, അല്ല ഇപ്പോൾ പൊട്ടും. ഓക്കെ, അവിടുന്ന് കൊളുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുന്നത് കാണാം. ഓക്കെ, എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഒരു 2 മിനിറ്റ്, അപ്പത്തിനും പൊട്ടും. ഗൈസ്, 2 സൈഡിൽ നിന്ന് പൊട്ടുന്നതാണ്. അവിടെ കത്തിച്ചു, ഇവിടെ പൊട്ടുന്നിട്ടോ.
ഇത് ഗംഭീര വെടിക്കെട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് എന്തൊക്കെയാണ് അടിപൊളിയായിരുന്നു. പൊന്നോ സൂപ്പറായിരുന്നു കേട്ടാ. അയ്യോ ചെവി മൊത്തം പോടാ, ചെവി പോയി. നമ്മളിതാ തിരിച്ചു പോന്നു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ്